ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു സൂപ്പിൻ്റെ റെസിപ്പിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ടൊമാറ്റോ സൂപ്പാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് കിട്ടുന്നതിനേക്കാളും നല്ല കളർഫുള്ളും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ടെറസിൽ ധാരാളം ടൊമാറ്റോ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്തത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പ്രഷർ കുക്കറിലാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നമ്മൾ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് സൂപ്പിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ചിക്കൻ സൂപ്പ്, അതുപോലെ തന്നെ വെണ്ടക്ക സൂപ്പ്, വെജിറ്റബിൾ സൂപ്പ് ഒക്കെ ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതും കൂടെ കണ്ട് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. സൂപ്പ് ഉണ്ടാക്കാനുള്ള തക്കാളി ഞാനിവിടെ നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട്. ചെറിയ സൈസിലുള്ള തക്കാളി ആയതുകൊണ്ട് ഞാനൊരു 12 തക്കാളിയാണ് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. തക്കാളിയുടെ നെട്ടിന്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. നിങ്ങൾ സൂപ്പിനായിട്ട് വലിയ തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ 5 അല്ലെങ്കിൽ 6 തക്കാളി ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് ഇതുപോലുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. തക്കാളി എല്ലാം ഇപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സൂപ്പിന് നല്ലൊരു കളറും ടേസ്റ്റും എല്ലാം കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ബീട്രൂട്ട് എടുക്കുന്നുണ്ട്. ഇതൊരു വലിയ ബീട്രൂട്ട് ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമാണ് എടുക്കുന്നത്. നമ്മൾ ബീട്രൂട്ട് ഇതുപോലെ സൂപ്പിൽ ചേർക്കുമ്പോഴത്തേക്കും സൂപ്പിന് നല്ലൊരു കളർ കിട്ടും. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെയുള്ള ഒരു കളറും ഒരു ടേസ്റ്റും ഒക്കെ കിട്ടും. ഞാൻ ബീട്രൂട്ടിൽ നിന്ന് ഈ സൈസിലുള്ള ഒരു കഷ്ണം ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ബീട്രൂട്ട് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. സൂപ്പിൽ നമ്മൾ കോൺഫ്ലവറോ മൈദയോ ഒന്നും ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് വേവിച്ച് ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോഴത്തേക്കും സൂപ്പിന് കുറച്ച് കട്ടി കിട്ടും. നമ്മൾ ഈ സൈസിലുള്ള ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി. ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ സവാളയാണ്. ബീട്രൂട്ടും സവാളയും ഉരുളക്കിഴങ്ങും എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് ഞാനിവിടെ ഒരു പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നമ്മൾ എരിവ് ചേർക്കേണ്ട ആവശ്യമില്ല. സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായിരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിന് പകരമായിട്ട് ഓയിലോ നെയ്യോ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബട്ടർ ഉപയോഗിക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകുന്നത് സൂപ്പിന്. ഇപ്പോൾ ബട്ടർ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ ചിലർക്ക് ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല. കൂടെ ഞാനൊരു ബേ ലീവ്സ്, ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഈ ബട്ടറെല്ലാം ഒന്ന് നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും ചേർത്ത് 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തക്കാളിയെല്ലാം ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരണം. തക്കാളിയിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കുരുമുളക് പൊടിയെല്ലാം നിങ്ങൾ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാട്ടെ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് കാണുന്ന പോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കുക്കർ മൂടി ഒരു 3-4 വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ കുക്കർ സ്റ്റവിൽ വെച്ചിട്ട് 3-4 വിസിൽ വന്നു കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളിയും ബീട്രൂട്ടും ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി മിക്സി മൂടിയതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി നമുക്ക് ആ കുക്കറിന്റെ പുറത്തേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അടിച്ചെടുത്ത ആ തക്കാളി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. സ്പൂൺ കൊണ്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് കൊട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് കൂടെ താഴേക്ക് വീണോളും. ഇപ്പോൾ ടൊമാറ്റോ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി വന്ന ഈ വേസ്റ്റ് നമുക്ക് മാറ്റിക്കളയാം. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ സൂപ്പ് നല്ല തിക്കാണ്. നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സൂപ്പിൻ്റെ ഉപ്പും പുളിയെല്ലാം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചില തക്കാളിക്ക് പുളി കൂടുതലായിരിക്കും. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ എരിവ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതെല്ലാം ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. വീണ്ടും ഇത് സ്റ്റവിൽ വെച്ച് 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സൂപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കൂടുതൽ സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സൂപ്പ് കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ പാകത്തിനനുസരിച്ചെല്ലാം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല കളർഫുള്ളും നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായ നമ്മുടെ ടൊമാറ്റോ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. നമുക്ക് റെഡിയായ സൂപ്പിൻ്റെ പുറത്തേക്ക് സ്പ്രിംഗ് ഒണിയനോ അല്ലെങ്കിൽ മല്ലിയിലയോ ഗ്രേറ്റ് ചെയ്ത ചീസോ ഒക്കെ ചേർത്ത് ഗാർണിഷ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ചീസും സ്പ്രിംഗ് ഒണിയനൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.